നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി KSIDC ഓഫീസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന് സൂചന. 3.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ KSIDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ SFIO സംഘം ശേഖരിച്ചു. ഈ സാഹചര്യത്തിലാണ് 4-അംഗ സംഘം മാത്രം പരിശോധനയ്ക്കെത്തിയത്. CMRLൽ നിന്നും പിടിച്ചെടുത്ത രേഖകളും മൊഴികളും സംഘം വിലയിരുത്തുകയാണ്. ഇതിനുശേഷം എക്സാലോജിക്കിലേക്ക് അന്വേഷണം നീളും. അന്വേഷണം ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിച്ചതിന് 1 മണിക്കൂർ മുൻപായിരുന്നു പരിശോധന. സ്റ്റേ ആവശ്യം കോടതി അനുവദിച്ചില്ല. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് എന്താണ് ഒളിച്ചുവെക്കാനുള്ളതെന്ന് കോടതി ചോദിച്ചു. ഫലത്തിൽ ഇനി ആർക്കും ഈ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാവില്ല. വീണ വിജയനെ ചോദ്യം ചെയ്യലാണ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ സമരം ഇന്ന് ഡൽഹിയിൽ നടക്കാനിരിക്കെയാണ് തലേ ദിവസം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDCയിൽ കേന്ദ്ര അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. SFIO അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ വെള്ളിയാഴ്ച ചേർന്ന KSIDC ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. പരിശോധനയ്ക്ക് എത്തുമെന്നും ഇതിനു മുന്നോടിയായി വാർഷിക കണക്കുകൾ ഇമെയിലിൽ അയച്ചു നൽകണമെന്നും SFIO ചൊവ്വാഴ്ച KSIDCയോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതിയിൽ CS വൈദ്യനാഥൻ തന്നെ ഹാജരാവുകയും ചെയ്തു. എന്നിട്ടും പരിശോധനയ്ക്ക് സ്റ്റേ നൽകിയില്ല. CMRL, എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവയ്ക്കൊപ്പം KSIDCക്കെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം, SFIO അന്വേഷണം എന്നിവയ്ക്കുള്ള ഉത്തരവുകൾ, രേഖകൾ ഹാജരാക്കാനുള്ള നോട്ടീസ് എന്നിവ നിയമവിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നുമായിരുന്നു ആവശ്യം. ഇതാണ് ഇപ്പോൾ തള്ളുന്നത്. കമ്പനി നിയമം 210 വകുപ്പ് പ്രകാരം പൊതു താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് നിയമത്തിന്റെ 212 വകുപ്പ് പ്രകാരം SFIO അന്വേഷണവും ആരംഭിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ലഭിച്ചില്ലെന്നും KSIDC പറഞ്ഞു. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല. 2 സ്വകാര്യ കക്ഷികൾ പണം നൽകിയതിന് എന്തുകൊണ്ടാണ് പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്കെതിരെ അന്വേഷണം നടത്തുന്നത് എന്നീ വാദങ്ങളും ഉന്നയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി രേഖകൾ നൽകാതെ ഒഴിയുന്നതിന് കാരണങ്ങളില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അറിയിച്ചു. സ്റ്റേ ആവശ്യം അംഗീകരിക്കാതിരുന്ന കോടതി ഹർജി 12-ന് പരിഗണിക്കാൻ മാറ്റി. ഈ കേസിലെ തുടർ നടപടികൾ നിർണായകമാകും.